നമസ്കാരം. ഇന്നലെയാണ് ജർമ്മനിയിൽ ഒരു ഭീകരാക്രമണമുണ്ടായ വാർത്ത നമ്മളെല്ലാം വായിച്ചതും കേട്ടതുമെല്ലാം. എന്തായാലും ജർമ്മനിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അപകടമായിരുന്നു. കാറ് ഓടിച്ചു കയറ്റുകയായിരുന്നു ജനക്കൂട്ടത്തിനിടയിലേക്ക്. വളരെ പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റുകളുള്ള ഒരു നഗരമായിരുന്നു. ആ നഗരത്തിലേക്ക്, ഈ ക്രിസ്മസ് ചന്തയിലേക്ക്, ക്രിസ്മസ് വിപണിയിലേക്ക് ഒരു BMW കാർ ഒരു ഡോക്ടർ ഓടിച്ചു കയറ്റുകയായിരുന്നു. വെറുതെ ഓടിച്ചു കയറ്റിയതല്ല, അല്ലെങ്കിൽ വെറുതെ നിയന്ത്രണം വിട്ട് കയറിയതൊന്നുമല്ല. പക്ഷേ ആളുകളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റിയതാണ് എന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നതാണ്. അതായത് ഒരു ജനക്കൂട്ടത്തിലേക്ക്, എത്ര വലിയ ജനക്കൂട്ടമായാലും, ഒരു ആക്സിഡന്റ് എന്ന രീതിയിൽ ഒരു വാഹനം നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയാൽ ഉണ്ടാകാവുന്ന കാഷ്വാലിറ്റിക്കും അപ്പുറമുള്ള കാഷ്വാലിറ്റി ഈ ജർമ്മനിയിൽ നടന്ന അപകടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 200ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. 5 മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ജർമ്മൻ അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും സൗദി പൗരനാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇത് സത്യത്തിൽ സൗദി പൗരനാണ് എങ്കിലും 2006 കൂടി ഇയാൾ ജർമ്മനിയിലേക്ക് കുടിയേറി പാർത്തയാളാണ്. അല്ലെങ്കിൽ ജർമ്മനിയിൽ ഒരു രാഷ്ട്രീയ അഭയം പോലെ, അല്ലെങ്കിൽ അഭയാർത്ഥി ആയി അംഗീകരിക്കപ്പെടുകയും അദ്ദേഹത്തിന് അവിടെ താമസിക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. താൻ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ നിയന്ത്രണങ്ങളിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നയാളല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം തന്നെ വധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു അഭയാർത്ഥി ലൈസൻസ് ഈ പറയുന്ന ഡോക്ടർ. ഇയാളൊരു സൈക്കോ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടർക്കാണ് 2006 ഈ ജർമ്മനി അഭയം നൽകിയത്. ഇങ്ങനെ അഭയം നൽകിയ ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ജർമ്മനിയിൽ നടന്നത് അത് തീർത്തും ഭീരുത്വം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ്. മാത്രമല്ല വളരെ അധികം ആശങ്കയുണ്ടാക്കുന്ന, ഭീതി ജനിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് ജർമ്മനിയിൽ നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയും സംഘടനകളെയും എല്ലാം കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ജർമ്മനിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഈ ഇടപെടലിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ 200 പരിക്കേറ്റ ആളുകളിൽ 7 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യക്കാർക്കടക്കം പരിക്കേറ്റ ഒരു തീവ്രവാദി ആക്രമണമാണ് ജർമ്മനിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇന്ത്യ രഹസ്യാന്വേഷണ തലത്തിൽ അതിൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം ഈ ജർമ്മൻ ഭീകരാക്രമണത്തെക്കുറിച്ച് നടത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും സൗദി പൗരനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഇന്ത്യ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന വാഗ്ദാനം ജർമ്മനിക്ക് നൽകിയിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ ഇനിയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന് ലോകമെമ്പാടും ഭയപ്പാടുണ്ട്. അമേരിക്കയിലെ നഗരങ്ങളിലടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. IS ഉൾപ്പെടെ, അല്ലെങ്കിൽ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ, ഇസ്ലാമിക ഭീകര സംഘടനകൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒത്തുചേരുന്നിടം അത് ലക്ഷ്യം വയ്ക്കുന്നു എന്ന വിവരമാണ് വിവിധ രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.